ആരോഗ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കാനുള്ള തിരക്കിൽ വളരെ ലളിതമായ ഒരു സത്യം നമ്മൾ മറന്നു പോകുന്നു. എന്താണത്? നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അടിത്തറ. നമ്മൾ പണത്തിനായി ജോലി ചെയ്യുന്നു, നാളേക്കായി സമ്പാദിക്കുന്നു, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ഒരാളെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നു. ആരാണത്? നമ്മൾ തന്നെയാണത്. അതുകൊണ്ട് ഇതാ ഒരു ചെറിയ ആരോഗ്യ ഓർമ്മപ്പെടുത്തൽ. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ദിവസം മുഴുവൻ നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമാണ്. വല്ലാതെ ദാഹിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല. ഒരു കുപ്പി വെള്ളം അടുത്ത് വെക്കുക. ഇടയ്ക്കിടെ കുറച്ച് വെള്ളം കുടിക്കുക. വളരെ ലളിതമായ ഒരു ശീലം, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. അടുത്തതായി നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. എല്ലാ ദിവസവും 100% കൃത്യമായ ഡയറ്റ് പിന്തുടരണമെന്നില്ല. കഴിയുന്നത്ര നല്ല ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ശ്രമിക്കുക. പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. പഴങ്ങൾ തിരഞ്ഞെടുക്കുക. ആരോഗ്യകരമായ പ്രോട്ടീൻ ഉറവിടങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അമിതമായ പഞ്ചസാരയും വറുത്ത ഭക്ഷണവും വളരെയധികം പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും കുറയ്ക്കുക. ഓർക്കുക, ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നാളെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാകും. നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുക. ആരോഗ്യത്തോടെ എടുക്കാൻ എപ്പോഴും വിലകൂടി മെമ്പർഷിപ്പ് വേണമെന്നില്ല. നടത്തം ഒരു വ്യായാമമാണ്. സൈക്കിൾ ചവിട്ടുന്നത് ഒരു വ്യായാമമാണ്. പടികൾ കയറുന്നതും ശരീരത്തിൻ്റെ ചലനമാണ്. നിങ്ങളുടെ കുട്ടികളോടൊപ്പം കളിക്കുന്നതും ഒരു നല്ല ശാരീരിക പ്രവർത്തനമാണ്. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ദിവസം മുഴുവൻ അനങ്ങാതെ ഇരിക്കരുത്. നമ്മുടെ ശരീരം ചലിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ദിവസവും 30 മിനിറ്റ് ശാരീരിക പ്രവർത്തനം പോലും ഒരു നല്ല തുടക്കമാകാം. അതുപോലെ നിങ്ങളുടെ മനസ്സിന് കുറച്ച് വിശ്രമം നൽകുക. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഫോൺ നോക്കുന്നു. ജോലിക്കിടയിലും ഫോൺ നോക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും ഫോൺ നോക്കുന്നു. ചിലപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവസാനമായി കാണുന്നതും ഫോൺ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിനും നിശബ്ദത ആവശ്യമാണ്. കുറച്ച് സമയത്തേക്ക് ഫോൺ മാറ്റിവെക്കുക. ശാന്തമായി ഇരിക്കുക. കുടുംബത്തോട് സംസാരിക്കുക. വായിക്കുക. പ്രാർത്ഥിക്കുക. ചിന്തിക്കുക. അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ശാന്തമായി ശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മിനിറ്റിനും ഒരു സ്ക്രീൻ ആവശ്യമില്ല. ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. നിങ്ങളുടെ ശരീരത്തിന് സ്വയം വീണ്ടെടുക്കാൻ സമയം ആവശ്യമാണ്. നിങ്ങളുടെ തലച്ചോറിനും വിശ്രമം ആവശ്യമാണ്. ആരോഗ്യകരമായ ഒരു ഉറക്കശീലം നിലനിർത്താൻ ശ്രമിക്കുക. രാത്രി വൈകി ഉറങ്ങുന്നത് ഇന്ന് സാധാരണമായ ഒരു കാര്യമായി തോന്നാം. പക്ഷേ തുടർച്ചയായ ഉറക്കക്കുറവ് നിങ്ങളുടെ ഊർജ്ജത്തെയും മാനസികാവസ്ഥത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. നിങ്ങളുടെ ഉറക്കത്തെ സംരക്ഷിക്കുക. ഉറങ്ങുന്നത് മടിയല്ല, അത് ശരീരത്തിൻ്റെ വീണ്ടെടുക്കലാണ്. അവസാനമായി, നിങ്ങളുടെ ആരോഗ്യം എന്തുകൊണ്ട് പ്രധാനമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചിലരുണ്ടാകാം. നിങ്ങളുടെ മാതാപിതാക്കൾ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ പണത്തേക്കാൾ നിങ്ങളുടെ സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന ചില മനുഷ്യർ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രോഗത്തെ പേടിച്ചുകൊണ്ടല്ല, ജീവിതം വിലപ്പെട്ടതായതുകൊണ്ട്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കുക. കുറച്ച് കൂടുതൽ നടക്കുക. കുറച്ച് നല്ല ഭക്ഷണം കഴിക്കുക. അല്പം നേരത്തെ ഉറങ്ങുക. സ്ക്രീൻ സമയം കുറയ്ക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റേണ്ടതില്ല. ഇന്ന് ഒരു ആരോഗ്യകരമായ ഒരു തീരുമാനമെങ്കിലും എടുക്കുക. നാളെ മറ്റൊന്ന്. ചെറിയ ചെറിയ ശീലങ്ങൾ തുടങ്ങി വെക്കുക. എല്ലാ ദിവസവും ആവർത്തിക്കുമ്പോൾ അവർക്ക് ഒരു മികച്ച ജീവിതം സൃഷ്ടിക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ ആരോഗ്യം ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക. നിങ്ങൾക്ക് ലഭിച്ച ഈ ജീവിതത്തിന് നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ശ്രദ്ധ അർഹിക്കുന്നു. ഇന്ന് തന്നെ തുടങ്ങുമോ? ഓക്കെ.